പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉപവാസം എന്ന വിഷയം ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഉപവസിച്ചു എന്ന വാക്കോടെ അവസാനിക്കുന്ന ഒരു പുസ്തകം. ഉത്തരം: 1 ശമൂവേൽ. 31:13. ക്വസ്റ്റ്യൻ: ബൈബിളിൽ ആദ്യമായി ഉപവാസം പ്രസിദ്ധമാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഉത്തരം: ഈസബേൽ. 1 രാജാക്കന്മാർ 21:1-9. ക്വസ്റ്റ്യൻ: എസ്രാ പുരോഹിതൻ ഏത് നദിയുടെ തീരത്താണ് ഉപവാസം നിശ്ചയിച്ചത്? ഉത്തരം: അഹവ ആറ്റിന്റെ അരികെ വെച്ച്. എസ്രാ 8:21. ക്വസ്റ്റ്യൻ: 5-ാം മാസത്തിൽ കരഞ്ഞുകൊണ്ട് ഉപവസിച്ചിരുന്നതാര്? ഉത്തരം: ബഥേൽക്കാർ. സെഖര്യാവ് 7:2-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തത് എവിടത്തുകാർ? ഉത്തരം: നിനവേക്കാർ. യോന 3:5. ക്വസ്റ്റ്യൻ: ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ. ഉത്തരം: നെഹമ്യാവ്. നെഹമ്യാവ് 1:4. ക്വസ്റ്റ്യൻ: ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചതാര്? ഉത്തരം: ദാനിയേൽ. ദാനിയേൽ 9:3. ക്വസ്റ്റ്യൻ: തൻ്റെ കുഞ്ഞിനു വേണ്ടി ഉപവസിച്ച രാജാവ്. ഉത്തരം: ദാവീദ്. 2 ശമൂവേൽ 12:16. ക്വസ്റ്റ്യൻ: ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു എന്ന് തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞതാര്? ഉത്തരം: പരീശൻ. ലൂക്കോസ് 18:12. ക്വസ്റ്റ്യൻ: ശുഭയാത്രയ്ക്ക് വേണ്ടി ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയതാര്? ഉത്തരം: എസ്രാ. എസ്രാ 8:21. ക്വസ്റ്റ്യൻ: ഉപവാസത്തോടുകൂടി ഞാൻ രാജാവിനെ കാണാൻ പോയിട്ടുണ്ട്. ഞാൻ ആര്? ഉത്തരം: എസ്തേർ. എസ്തേർ 4:16, 5:1. ക്വസ്റ്റ്യൻ: ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്ന വ്യക്തി ആര്? ഉത്തരം: ഹന്ന. ലൂക്കോസ് 2:37. ക്വസ്റ്റ്യൻ: പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു ശിഷ്യന്മാരോട്. മത്തായി 17:19. ക്വസ്റ്റ്യൻ: യഹോവയുടെ മുമ്പാകെ പ്രസിദ്ധമാക്കിയ ഉപവാസ ദിവസം യിരെമ്യാവിന്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ചു കേൾപ്പിച്ചത് ആര്? എവിടെ വെച്ച്? ഉത്തരം: ബാരൂക്ക്. ഷാഫാന്റെ മകനായ ഗമര്യ രായസക്കാരന്റെ മുറിയിൽ വെച്ച്. യിരെമ്യാവ് 36:10. ക്വസ്റ്റ്യൻ: തനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിപ്പാൻ ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടുവാൻ പറഞ്ഞതാര്? ഉത്തരം: എസ്തേർ. എസ്തേർ 4:16. ക്വസ്റ്റ്യൻ: നാബോത്തിനെ കൊല്ലുന്നതിനു വേണ്ടി ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയവൾ. ഉത്തരം: ഈസബേൽ. 1 രാജാക്കന്മാർ 21:1-9. ക്വസ്റ്റ്യൻ: അഹശ്വേരോശ് രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ എന്തെല്ലാം ഉണ്ടായി? ഉത്തരം: മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും. എസ്തേർ 4:3.
ക്വസ്റ്റ്യൻ: നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് എന്ത് പരസ്യം ചെയ്തു? ഉത്തരം: ഒരു ഉപവാസം. യോന 3:5. ക്വസ്റ്റ്യൻ: ശൂഷനിലുള്ള യഹൂദന്മാരെല്ലാം ഒന്നിച്ചുകൂടി ഉപവസിച്ചതാർക്കു വേണ്ടി? ഉത്തരം: എസ്തേറിനു വേണ്ടി. എസ്തേർ 4:16. ക്വസ്റ്റ്യൻ: യേശു ഉപവസിച്ചത് എത്ര ദിവസം? ഉത്തരം: 40. മത്തായി 4:2. ക്വസ്റ്റ്യൻ: ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോടു കൂടെ ആയിരുന്നവൻ? ഉത്തരം: മോശ. പുറപ്പാട് 34:28. ക്വസ്റ്റ്യൻ: 14 ദിവസം പട്ടിണി കിടന്നവർ? ഉത്തരം: പൗലോസും കപ്പലിലെ മറ്റ് 275 പേരും. ആകെ 276 പേർ. അപ്പോസ്തലപ്രവൃത്തികൾ 27:33 മുതൽ 37 വരെ. ക്വസ്റ്റ്യൻ: കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തതാര്? ഉത്തരം: ദാവീദ്. സങ്കീർത്തനം 69:10. ക്വസ്റ്റ്യൻ: ഉപവാസത്തിൽ രാത്രി കഴിച്ച വിജാതീയ രാജാവ്? ഉത്തരം: ദാര്യാവേശ്. ദാനിയേൽ 6:19. ക്വസ്റ്റ്യൻ: എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ദാവീദ്. സങ്കീർത്തനം 109:24. ക്വസ്റ്റ്യൻ: ഏത് രാജാവിൻ്റെ കാലത്താണ് യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നത്? ഉത്തരം: അഹശ്വേരോശ് രാജാവിൻ്റെ. എസ്തേർ 4:3. ക്വസ്റ്റ്യൻ: ഏതെല്ലാം മാസങ്ങളിലെ ഉപവാസമാണ് യഹൂദഗൃഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദങ്ങളുമായിട്ടുള്ളത്? ഉത്തരം: തമ്മൂസ്, അബ്, ഏഥാനീം, തേബത്ത്. 4, 5, 7, 10 മാസങ്ങൾ. സഖര്യാവ് 8:19. ക്വസ്റ്റ്യൻ: ദൈവത്തിന് ഇഷ്ടമായ ഉപവാസം എന്ന് ഒരു അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളുടെ റഫറൻസ് ഏത്? ഉത്തരം: യെശയ്യാവ് 58-ാം 6-7 വാക്യങ്ങൾ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെയിരിക്കുന്നതുമല്ലയോ? ക്വസ്റ്റ്യൻ: സിയോനിൽ കാഹളം ഊതുവിൻ, ഡാഷ് ഉപവാസം നിയമിപ്പിൻ. എന്ത്? ഉത്തരം: ഒരു ഉപവാസം. യോവേൽ 2:15. ക്വസ്റ്റ്യൻ: ബൈബിളിൽ ഉപവാസം ചെയ്തവരിൽ പേര് പറയപ്പെട്ട ചിലർ ആരെല്ലാം? ഉത്തരം: 1 മോശ, 2 ഏലിയാവ്, 3 ദാവീദ്, 4 എസ്രാ, 5 നെഹമ്യാവ്, 6 ദാനിയേൽ, 7 ദാര്യാവേശ്, 8 യേശു, 9 പൗലോസ്, 10 എസ്തേർ, 11 ഹന്ന. താങ്ക്സ് ഫോർ വാച്ചിങ്.